ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറെ നാളായിട്ട് ചില ആളുകളൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, ഒരു സോംബി പടം ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ സിനിമ ഒരു സോംബി സിനിമയാക്കാമെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോംബി സിനിമ എ ട്രെയിൻ ടു ബുസാൻ ആയിരിക്കും. എന്നാൽ എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ബ്രാഡ് പിറ്റ് നായകനായ വേൾഡ് വാർ സെഡ് എന്ന സിനിമയാണ്. 2013 റിലീസായ ഒരു കിടിലൻ സോംബി സിനിമയാണിത്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ലോകം മൊത്തത്തിൽ ഒരു വൈറസ് വ്യാപിച്ചിരിക്കുകയാണ്. മൃഗങ്ങളിലാണ് അതിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയത്. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഒരുപാട് ജീവികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. എന്നാൽ പോകെ പോകെ ഈ വൈറസ് ബാധിക്കുന്ന മൃഗങ്ങളെല്ലാം മറ്റു മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ലോകം മൊത്തം ആ പ്രശ്നത്തെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈറസ് എങ്ങാനും മനുഷ്യരിലേക്ക് പടരുമോ എന്ന ഭീതിയിലാണ് എല്ലാവരും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഈ കഥയിലെ നായകനെ പരിചയപ്പെടാം. ഇവന്റെ പേര് ജെറി എന്നാണ്. ഒരു UN ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നവൻ. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ഇപ്പോഴവൻ ആ ജോലിയൊക്കെ രാജിവെച്ചിട്ട് അവന്റെ കുടുംബത്തിന്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. അവനും അവന്റെ ഭാര്യയും 2 മക്കളും അടങ്ങിയ ഒരു കുടുംബമാണ് അവന്റേത്. ഭാര്യയുടെ പേര് കാരിൻ എന്നാണ്. മൂത്ത മകളുടെ പേര് റേച്ചൽ എന്നും ഇളയ മകളുടെ പേര് കോണി എന്നുമാണ്. ഇതാണ് ഇവന്റെ കുടുംബം. അങ്ങനെ ഇന്നത്തെ ദിവസം പതിവ് പോലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് സിറ്റി മൊത്തത്തിൽ ഇപ്പോൾ പട്ടാളമാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാളത്തിന്റെ നിയമമാണ് ഇനി അങ്ങോട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. എല്ലാ ജനങ്ങളും അത് അനുസരിക്കണം എന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജെറിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവൻ കുടുംബത്തോടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ തന്നെ കാറിലാണ്. സിറ്റി മുഴുവൻ നല്ല ബ്ലോക്കാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ സമയമാകുമ്പോഴേക്കും മുകളിലൂടെ ഹെലികോപ്റ്റർ ഒക്കെ പോകുന്നുണ്ട്. ഒരെണ്ണമല്ല, കുറെ ഹെലികോപ്റ്റർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. ആ ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിലൂടെ കുറെ പോലീസ് ബൈക്കും പാഞ്ഞു പോകുന്നുണ്ട്. അതിലൊരു പോലീസുകാരന്റെ ബൈക്ക് ജെറിയുടെ വണ്ടിയുടെ കണ്ണാടി കിട്ടാണ് ഇടിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരുപാട് ആളുകളൊക്കെ അവിടെ നിന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വേറൊരു പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ട് ജെറിയുടെ അടുത്ത് വേഗം വണ്ടിക്കകത്തേക്ക് തന്നെ കയറാൻ പറയുന്നത്. അപ്പോഴേക്കും ഒരു വലിയ ട്രക്ക് അങ്ങോട്ട് വന്നിട്ട് ആ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് കളയാണ്. ആ ട്രക്ക് ഓടിച്ചിരുന്നത് ഒരു സോംബി ആയിരുന്നു. അതിങ്ങനെ മുന്നിൽ കാണുന്ന മുഴുവൻ വണ്ടികളെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ ജെറി ആണെങ്കിൽ വേഗം വണ്ടി എടുക്കാൻ തുടങ്ങി. ഈ സമയം ആ ട്രക്ക് ആണെങ്കിൽ വേറൊരു വണ്ടിയിലിടിച്ച് അവിടെ മറഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു വണ്ടി വന്നിട്ട് ജെറിയുടെ കാറിനെ ഇട്ടിടിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ട് താർന്നു പോവാണ്. ഭാഗ്യത്തിന് അവർ 4 പേർക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും വേഗം തന്നെ ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഒരുപാട് സോംബികൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവരെല്ലാവരും അവിടെയുള്ള ഓരോ മനുഷ്യരെ കടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ മനുഷ്യരും സോംബികളായിട്ട് മാറാൻ തുടങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ജെറി അവന്റെ കുടുംബത്തെയും കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഒരു സോംബി ഒരു കാർ ആക്രമിക്കുന്നവൻ കാണുന്നുണ്ട്. അതൊരു പെണ്ണായിരുന്നു. ആ പെണ്ണ് ഉടനെ തന്നെ അതിനകത്തുള്ള ഒരു മനുഷ്യനെ കടിക്കുകയാണ്. അങ്ങനെ അവനും പതുക്കെ പതുക്കെ സോംബിയായിട്ട് മാറാൻ തുടങ്ങി. എത്ര സമയം എടുത്തിട്ടാണ് അവൻ ആ സോംബിയായിട്ട് മാറുന്നത് എന്ന കാര്യം ജെറി എണ്ണി നോക്കുന്നുണ്ട്. 12 സെക്കൻഡിനുള്ളിലാണ് അവൻ സോംബിയായിട്ട് മാറുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജെറി അവന്റെ കുടുംബത്തിനെയും കൊണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു RV വാന്റെ അകത്തേക്കാണ് കയറുന്നത്. അതിനുശേഷം അത് ഓടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും സിറ്റിയിലെ പല ഭാഗങ്ങളും കത്തിയെരിയുന്നുണ്ട്. സിറ്റിയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇപ്പൊ സോംബികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജെറി വേഗം തന്നെ അവന്റെ വണ്ടി ഓടിച്ചിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. അതായത് ജെറിയുടെ മൂത്ത മകള് റേച്ചൽ ഉണ്ടല്ലോ, അവൾക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. ഈ സമയത്ത് അവൾക്ക് വലിവ് കൂടാൻ തുടങ്ങി. എന്നാൽ അവളുടെ ഇൻഹേലർ അവരുടെ കാറിനകത്തായിരുന്നു. ഇപ്പോൾ അവരുടെ കയ്യിൽ ഇൻഹേലർ ഇല്ല. ജെറി ആണെങ്കിൽ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് റേച്ചലിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജെറിയുടെ ഒരു പഴയ ഫ്രണ്ട് അവന്റെ ഫോണിൽ വിളിക്കുന്നത്. ഇവന്റെ പേര് ടിയറി എന്നാണ്. ഇവനും ജെറിയെ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ജെറി രാജിവെച്ചെങ്കിലും അവൻ ഇപ്പോഴും ജോലിയിലുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാനിപ്പോ നിന്നെ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. ഉടനെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഹെലികോപ്റ്റർ അയക്കാം. നിന്നെ ഞങ്ങൾക്ക് എന്തായാലും തിരിച്ച് ആവശ്യമുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം ജെറിയും കുടുംബവും നേരെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. മെയിൻ കാര്യം അവർക്ക് ഫുഡ് എടുക്കണം, പിന്നെ റേച്ചലിന് വേണ്ടിയിട്ടുള്ള ഇൻഹേലറും എടുക്കണം. അതാണ് അവരുടെ അത്യാവശ്യം. അങ്ങനെ അവരെല്ലാവരും ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ജെറിയും റേച്ചലും കൂടെ അവൾക്ക് വേണ്ട ഇൻഹേലർ എടുക്കാനാണ് പോകുന്നത്. കാരിനും കോണിയുമാണെങ്കിൽ അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻഹേലർ ഒക്കെ സംഘടിപ്പിച്ച് തിരിച്ചു വരുമ്പോഴാണ് ചില സാധാരണ മനുഷ്യർ ചേർന്നിട്ട് കാരിനെ ഉപദ്രവിക്കുന്നത്. അവന്റെ കയ്യിൽ ഇപ്പോൾ ഒരു തോക്കുണ്ട്. അത് ആ വാനിൽ നിന്ന് കിട്ടിയതാണ്.
അവൻ അത് വെച്ചിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം അവർ സാധനങ്ങളും എടുത്തിട്ട് വേഗം തന്നെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ അവർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവരുടെ ആ വാൻ അവിടെ കാണുന്നില്ല. അത് ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് അവരൊരു ഫ്ലാറ്റ് ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് വെട്ടം കാണുന്നുണ്ട്. അങ്ങോട്ട് പോവാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ഓടുന്ന വഴിക്ക് ജെറി വീണ്ടും ടീറയെ വിളിക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോ ഇവിടെ പെട്ടുപോയി. എന്തായാലും ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ മുകളിലുണ്ടാവും. നീ എപ്പോഴാണ് ഹെലികോപ്റ്റർ ഇങ്ങോട്ട് അയക്കുന്നത് എന്നൊക്കെയാണ് ജെറി ചോദിക്കുന്നത്. പുലർച്ചെ ആവുമ്പോഴേക്കേ അവരെത്തുള്ളൂ എന്നാണ് ടീറി പറയുന്നത്. എന്നാൽ ശരി, ഞങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടാവും പറഞ്ഞിട്ട് ജെറി വേഗം തന്നെ ആ ഫ്ലാറ്റിലേക്ക് ഓടാൻ തുടങ്ങി. അതിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു സോംബി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ജെറി ആ സോംബിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. ഈ സമയം വീണ്ടും സോംബികൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ജെറിയും കുടുംബവും ആ ഫ്ലാറ്റിന്റെ അകത്തേക്ക് കയറാണ്. ഈ സമയം ഒരു പ്രായമായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ സോംബികളാണെങ്കിൽ അയാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരിപ്പോൾ ആ ഫ്ലാറ്റിനകത്തേക്കാണ് കയറുന്നത്. അങ്ങനെ സോംബികൾ മുകളിലേക്ക് കയറി വരുന്നതിനനുസരിച്ചിട്ട് ജെറിയും കുടുംബവും മുകളിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജെറി ആണെങ്കിൽ അവിടെയുള്ള പല സാധനങ്ങളും ആ സോംബികളുടെ മുകളിലേക്ക് മറിച്ചിടുന്നുണ്ട്. മാത്രമല്ല 2-3 അവൻ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവർ നേരെ ഓടിച്ചെല്ലുന്നത് ഒരു ഫാമിലിയുടെ റൂമിന്റെ മുന്നിലേക്കാണ്. അവർ ഉടനെ തന്നെ ജെറിയെയും കുടുംബത്തിനെയും അവരുടെ റൂമിന്റെ അകത്തേക്ക് കയറ്റി വാതിലടക്കുകയും ചെയ്യുന്നു. ആ വീടിനകത്തേക്കൊന്ന് കയറി കഴിയുമ്പോഴാണ് അവർക്കൊന്ന് ശ്വാസം നേരെ വീണത്. ഇനിയിപ്പോ തൽക്കാലം അവർ സേഫാണ്. ആ കുടുംബത്തിലുള്ളത് 3 പേരാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷെ അവരുടെ മകനായ ടോമിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ടോമിയാണ് ജെറിക്കും കുടുംബത്തിനും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഫാമിലി ജെറിക്കും കുടുംബത്തിനും കഴിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഈ സമയം ജെറി ആണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു റേഡിയോ ഓണാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പട്ടാളത്തിന്റെ ചില അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. ന്യൂ ജേഴ്സി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യത്തിന് തുറന്നിട്ടാണ് ഈ അറിയിപ്പ്. ഇനി പറയുന്ന എല്ലാ നടപടികളും എല്ലാ പൊതുജനങ്ങളും അനുസരിക്കേണ്ടതാണ്. കഴിയുന്നതും ആരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. 1-2 ആഴ്ചത്തേക്ക് വേണ്ട ഫുഡും വെള്ളവും ഇപ്പൊ തന്നെ സംഘടിപ്പിച്ചു വെക്കണം. സിറ്റിയിൽ ഒരു വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് റേഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ സമയം രാവിലെ ആവാറായി. ജെറിക്കും കുടുംബത്തിനും ആ ഫ്ളാറ്റിന്റെ മുകളിലേക്ക് എത്തണം. അല്ലെങ്കിൽ ടീറി അയച്ച ആ ഹെലികോപ്റ്ററിലെ പട്ടാളക്കാർക്ക് അവരെ കണ്ടെത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അതിനു മുമ്പ് ജെറി ആ കുടുംബത്തെ ക്ഷണിക്കുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപകടകരമായ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം, നമ്മൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണമെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരൂ എന്നാണ് ജെറി പറയുന്നത്. എന്നാൽ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ തുടർന്നോളാം എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ജെറി ഒരു കത്തി എടുത്തിട്ട് വലിയൊരു വടിയിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. മാത്രമല്ല അവന്റെ ഇടത്തെ കൈ മൊത്തത്തിൽ ഒരു പുസ്തകം വെച്ച് കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് അവൻ ഭാര്യയും കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവർ പോയി കുറച്ചു സമയം കഴിയുമ്പോഴേക്കും സോംബികൾ വന്നിട്ട് ആ വീടിന്റെ വാതിലൊക്കെ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. അത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അവരെല്ലാവരും. ഈ സമയം തന്നെ ജെറിയും കുടുംബവും ആ അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു കൂട്ടം സോംബികൾ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ജെറി ആ കത്തി വെച്ചിട്ട് ആ സോംബികളെ കുത്തി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ടീറി അയച്ച ആ ഹെലികോപ്റ്ററും ആ അപ്പാർട്ട്മെന്റിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു സോംബി ജെറിയുടെ മുകളിലേക്ക് ചാടി വീഴുന്നത്. ജെറിക്ക് ഇപ്പോൾ അതിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല. ആ ഫൈറ്റിനിടയിൽ ആ സോംബിയുടെ കുറെ ബ്ലഡ് അവന്റെ വായിലേക്ക് ആവുന്നുണ്ട്. അവനാണെങ്കിൽ എഴുന്നേൽക്കാനും സാധിക്കുന്നില്ല. ഈ സമയത്താണ് ആ ടോമി അങ്ങോട്ട് ഓടി വരുന്നത്. അവന്റെ അച്ഛനെയും അമ്മയെ ആ സോംബി പിടിച്ചു. ഇനിയിപ്പോൾ അവൻ മാത്രമേ ബാക്കിയുള്ളൂ. അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അവൻ അത് വെച്ചിട്ട് ജെറിയെ പിടിച്ച ആ സോംബിയെ വെടിവെച്ച് വീഴ്ത്താണ്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ജെറി പെട്ടെന്ന് തന്നെ ടോമിയെയും കൂട്ടി ആ അപ്പാർട്ട്മെന്റിന്റെ മുകളിലേക്ക് എത്തി. ഈ സമയം അവന്റെ കുടുംബം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ജെറി നേരെ പോകുന്നത് അവന്റെ കുടുംബത്തിന്റെ അടുത്തേക്കല്ല, മറിച്ച് ആ ബിൽഡിങ്ങിന്റെ അറ്റത്തേക്കാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ വായിൽ ആ സോംബിയുടെ ചോരയായല്ലോ. ഇനി എങ്ങാനും അവൻ ഇൻഫെക്റ്റഡ് ആയോ എന്ന് ചെക്ക് ചെയ്യാനാണ് അവൻ അതിന്റെ മുകളിലേക്ക് ചെന്നത്. അങ്ങനെ അവൻ 12 വരെ എണ്ണാൻ തുടങ്ങി. കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആശ്വാസമായി. ഈ സമയം ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും അതിനകത്തേക്ക് കയറാൻ തുടങ്ങി. ഈ സമയത്താണ് കുറെ സോംബികൾ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടി വരുന്നത്. എന്നാൽ അപ്പോഴേക്കും ജെറി അവിടുത്തെ വാതിൽ അടച്ചു പിടിക്കുകയാണ്. ആ വാതിലിന്റെ നടുവിലായിട്ട് ഒരു ചില്ലിട്ടിട്ടുണ്ട്. സോംബികൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ജെറിയുടെ കയ്യിൽ പിടിച്ച് കടിക്കാൻ തുടങ്ങി. എന്നാൽ ആ പുസ്തകം വെച്ച് കിട്ടിയതുകൊണ്ട് അവന് കുഴപ്പമൊന്നും പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും ഹെലികോപ്റ്ററിലേക്ക് കയറിയെന്ന് ഉറപ്പാവുമ്പോ ജെറിയും അങ്ങോട്ട് ഓടാൻ തുടങ്ങി. സോംബികളും അവന്റെ പുറകെ വരുന്നുണ്ട്. ആ സോംബികളുടെ കൂട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നത് ആ ടോമിയുടെ അച്ഛനായിരുന്നു. അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞ് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. ഈ സമയം സോംബികളാണെങ്കിൽ അതിൽ ചാടി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പട്ടാളക്കാരാണെങ്കിൽ അവറ്റകളെല്ലാം ഷൂട്ട് ചെയ്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ആ ഹെലികോപ്റ്റർ നേരെ പോകുന്നത്
UN-ന്റെ ഒരു ഷിപ്പിലേക്കാണ്. ഒരുപാട് ആളുകൾ ആ ഷിപ്പിൽ കൂടിയിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ആ ഷിപ്പ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്നും ഒരു 200 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി. ആ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അവരെയും കാത്തുകൊണ്ട് ടിയറിയും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ടിയറി ജെറിയെയും കുടുംബത്തിനെയും കൊണ്ടുപോകുന്നത് അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ച ഒരു ബെഡ് സ്പേസിലേക്കാണ്. ഭാര്യയും മക്കളെയും അവിടെ സെറ്റിലാക്കിയതിനു ശേഷം ടിയറി ജെറിയെയും കൊണ്ടുപോകുന്നത് ആ ഷിപ്പിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. രാജ്യത്തിലെ മുഴുവൻ ഓഫീസേഴ്സും അവിടെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ജെറി അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ടിയറി അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. പോഷകാഹാരക്കുറവ്, മലിനജലം, ട്രാൻസ്പോർട്ടേഷന് വേണ്ട ഇന്ധനമില്ല, ആ സോംബികളുമായിട്ട് പോരാടാൻ വെടിയുണ്ടകളുമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വൈറസ് ആണെങ്കിൽ ലോകം മൊത്തത്തിൽ വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈറസിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നീ ആ ഡോക്ടറെ കണ്ടില്ലേ? ഫാസ്റ്റ്ബാക്ക് എന്നാണ് അവന്റെ പേര്. അവനാണ് ഈ വൈറസിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്ക് കൊറിയയിൽ നിന്നും ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ വൈകിയാണ് അത് ഓപ്പൺ ചെയ്തത്. അതിൽ സോംബി എന്ന വാക്കാണ് മെൻഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈറസിന്റെ ഉറവിടം കൊറിയയാണെന്നാണ് ഞങ്ങളുടെ അനുമാനം. അത് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഈ വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ ഒരു ടീമിനെ കൊറിയയിലേക്ക് അയക്കുന്നുണ്ട്. ഈ ഡോക്ടർ ഫാസ്റ്റ്ബാക്കും ആ ടീമിൽ കാണും. നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആ ടീമിൽ നിന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ടിയറി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും പട്ടാളത്തിന്റെ ജനറലും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാളും ടിയറി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവന്റെ അടുത്ത് പറയുന്നത്. നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ മികച്ചൊരു ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഈ ടീമിൽ വേണം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്ക് ആ ടീമിന്റെ കൂടെ പോവാൻ പറ്റില്ല എന്നാണ് ജെറി പറയുന്നത്. അതിന്റെ കാരണം അവന്റെ ഫാമിലിയാണ്. അവരെ ഒറ്റയ്ക്കാക്കി അവൻ എങ്ങോട്ടും പോകാൻ സാധിക്കത്തില്ല. എന്നാൽ അവന്റെ ആ തീരുമാനം കേൾക്കുമ്പോൾ ജനറൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ കപ്പലിലെ മുഴുവൻ ആളുകളെയും കണ്ടില്ലേ? ഓരോരോ ജോലി ചെയ്യാനാണ് അവരെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഈ മിഷന് പോകാൻ തയ്യാറല്ലെങ്കിൽ നിന്നെയും നിന്റെ ഫാമിലിയെയും എവിടെ നിന്നാണോ പിക്കപ്പ് ചെയ്തത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. മറിച്ച് നീ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ ഫാമിലി ഈ ഷിപ്പിനകത്ത് സുരക്ഷിതരായിരിക്കും എന്നൊക്കെയാണ് ജനറൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ജെറി ആ മിഷന് വേണ്ടി പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ജെറി ആദ്യം നേരെ പോയി അവന്റെ ഫാമിലിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അവൻ കാരന്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ആ ടീമിന്റെ കൂടെ കൊറിയയിലേക്ക് ഒരു വിമാനത്തിൽ പുറപ്പെടുകയാണ്. ആ വിമാനത്തിലുണ്ടായിരുന്നത് ജെറിയെയും ഫാസ്റ്റ്ബാക്കിനെയും കൂടാതെ 2 പട്ടാളക്കാരാണ്. പോകുന്ന വഴിക്ക് ഫാസ്റ്റ്ബാക്കിന് ജെറി ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ പട്ടാളക്കാർ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. മാത്രമല്ല നീ എന്തെങ്കിലും ഒറ്റയ്ക്ക് കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ അവരെ അറിയിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജെറി അവന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം ഫാസ്റ്റ്ബാക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ യാത്രയിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ വൈറസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. നിങ്ങൾക്കറിയോ, നമ്മുടെ പ്രകൃതി ഉണ്ടല്ലോ, അതൊരു സീരിയൽ കില്ലർ ആണ്. എല്ലാ സീരിയൽ കില്ലേഴ്സിനെയും പോലെ തന്നെ പ്രകൃതിയും പിടിക്കപ്പെടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എങ്കിലും പിടിക്കപ്പെടണമെന്ന് അത് ആഗ്രഹിക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ ഈ കളിയിൽ പിന്നെ എന്താണ് രസം? അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള തെളിവുകളായിരിക്കും അത് വിട്ടുകളയുക. ആ തെളിവുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ വൈറസിന്റെ കാര്യത്തിലും പ്രകൃതി എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാസ്റ്റ്ബാക്ക് പറയുന്നത്. ഇതേ സമയം തന്നെ ആ ഷിപ്പിനകത്താണെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ആ ഷിപ്പിനകത്ത് പ്രാധാന്യമില്ലാത്ത ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും മറ്റൊരു ബേസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെറിയുടെയും കൂട്ടരുടെയും വിമാനം കൊറിയയിലെ ബേസിലെത്തി. സമയം രാത്രിയായിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ വിമാനത്തിലെ ഫ്യൂവലൊക്കെ തീരാനായി. അതുകൊണ്ട് തന്നെ വേഗം അവർ ആ വിമാനം അവിടെ ലാൻഡ് ചെയ്യാണ്. അതിനുശേഷം എല്ലാവരും പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ കുറെ സോംബികൾ അങ്ങോട്ട് ഓടി വരികയാണ്. ആ 2 പട്ടാളക്കാരും ആ സോംബികളെ വെടിവെച്ച് വീഴ്ത്താൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ ആ ഫാസ്റ്റ്ബാക്ക് ആണെങ്കിൽ പേടിച്ച് ആ വിമാനത്തിന്റെ അകത്തേക്ക് തന്നെ ഓടുകയാണ്. പെട്ടെന്നാണ് അവൻ കാല് തെറ്റി താഴേക്ക് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പൊട്ടി അവൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ജെറി ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് കൊറിയയിലെ ബേസിലുണ്ടായിരുന്ന കുറെ പട്ടാളക്കാർ അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജെറിയെയും പൈലറ്റിനെയും കൊണ്ട് അവരുടെ ബേസിലേക്ക് ഓടാൻ തുടങ്ങി. അതിനിടയിൽ വീണ്ടും സോംബികൾ അങ്ങോട്ട് വരുന്നുണ്ട്. പട്ടാളക്കാരാണെങ്കിൽ അവരെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരെ ബേസിന്റെ അകത്തേക്ക് എത്തി. ഫാസ്റ്റ്ബാക്ക് മരിച്ചതുകൊണ്ട് തന്നെ വന്ന കാര്യം മൊത്തത്തിൽ ഫെയിലായി. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ജെറിക്ക് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അവിടെയുള്ള പട്ടാളക്കാരുടെ ക്യാപ്റ്റൻ ആ സോംബികളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശബ്ദമാണ് ആ സോംബികളെ ആകർഷിക്കുന്നത്. ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ അവറ്റകൾ അങ്ങോട്ട് ഓടി വരും. പിന്നെ നമ്മൾ അവരുടെ ദേഹത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ അവറ്റകളുടെ വേഗത കുറയുമെന്നേ ഉള്ളൂ, ചാവത്തില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യണം. മാത്രമല്ല സുരക്ഷയ്ക്ക് വേണ്ടി ചത്തു കഴിഞ്ഞാലും ഞങ്ങൾ അവരെ എല്ലാവരെയും കത്തിച്ചു കളയും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. ഈ സമയം ജെറി അവരയച്ച ആ മെയിലിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അതായത് ആ സോംബി എന്നെഴുതിയ മെയിലിനെ കുറിച്ച്. അത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ അവരെ ഒരു ജയിലിന്റെ അകത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനകത്ത് കുറെ സോംബികളുണ്ട്.
സോംബികളുണ്ട്. അവരെല്ലാവരെയും മൊത്തത്തിൽ കത്തിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം ക്യാപ്റ്റൻ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റൂമിനകത്ത് 15 പേരുണ്ടായിരുന്നു. ഒരുത്തൻ സോംബി ആയപ്പോ അതിനെ കെട്ടിയിടാൻ ശ്രമിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരെ എല്ലാവരെയും അവൻ കടിച്ചത്. അങ്ങനെ ബാക്കിയുള്ളവരും സോംബികളായി. അവരെ കത്തിച്ചെങ്കിലും ദാ കിടക്കുന്നവരെ കണ്ടില്ലേ, ഞങ്ങളുടെ കേണലായിരുന്നു, ഇപ്പോഴും അവൻ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോ അപ്പോൾ അവര് കെട്ടിയിടാൻ ശ്രമിച്ചവൻ എങ്ങനെയാണ് സോംബി ആയത്? ജെറിയാണ് അത് ചോദിക്കുന്നത്. അത് ഞങ്ങൾക്കും അറിയത്തില്ല. അയാൾ ഒരു ഡോക്ടറായിരുന്നു. ഫീൽഡിൽ ഒരാൾക്ക് എന്തോ അസുഖം വന്നപ്പോ അയാളെ നോക്കാൻ പോയതായിരുന്നു ആ ഡോക്ടർ. ആ അസുഖം വന്നവൻ ഒരു സോംബി ആയിരുന്നു. അവനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അവൻ കടിച്ചതിനെ തുടർന്നിട്ടാണ് ആ ഡോക്ടറും സോംബി ആയത് എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എവിടെ നിന്നാണ് ഈ വൈറസ് വന്നിരിക്കുന്നത് എന്ന് ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ സമയത്താണ് ഒരു പട്ടാളക്കാരെ ഞൊണ്ടി നടക്കുന്നത് ജെറി ശ്രദ്ധിക്കുന്നത്. ഇതെന്ത് പറ്റിയതാണ്? ഇവിടുത്തെ സോംബികളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മുറിവേറ്റതാണോ എന്നാണ് ജെറി ചോദിക്കുന്നത്. അല്ല, ഇത് കുറെ കാലം മുന്നേ ഉണ്ടായതാണ് എന്നാണ് ആ പട്ടാളക്കാരൻ മറുപടി പറയുന്നത്. അയാൾ അത് പറയുമ്പോൾ ക്യാപ്റ്റൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ റൂമിലുള്ളവരൊക്കെ സോംബി ആയിട്ട് മാറുമ്പോൾ കാലിൽ മുടന്തുള്ള ആ പട്ടാളക്കാരൻ ആ റൂമിലുണ്ടായിരുന്നു. എന്നാൽ സോംബികൾ അവനെ മാത്രം ഒന്നും ചെയ്തില്ല. ഇവൻ ഭയങ്കര ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അതിനിടയിലാണ് അവിടുത്തെ ജയിലിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരാളെ ജെറി ശ്രദ്ധിക്കുന്നത്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ അയാളെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇയാൾ CIA ഉണ്ടായിരുന്നതാണ്. ഉത്തര കൊറിയയ്ക്ക് വേണ്ടി ആയുധങ്ങൾ മറച്ചു വിൽക്കാൻ ശ്രമിച്ചതിനാണ് ഇയാൾ ഇപ്പോൾ ജയിലിലായത് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാളുടെ കാര്യത്തിൽ എന്തോ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ജെറി ആ ജയിൽ പുള്ളിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ഉത്തര കൊറിയയ്ക്ക് തോക്കുകൾ മറച്ചു വിറ്റത്? സോംബികളെ നേരിടാനാണോ എന്നാണ് ജെറി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് സോംബികളെ നേരിടാൻ തോക്കിന്റെ ഒന്നും ആവശ്യമില്ല. അവരതിന് മറ്റൊരു വഴിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അവർ സോംബികളാവുന്നതിന് മുമ്പ് അവരുടെ പല്ലുകളൊക്കെ അവർ പറിച്ചെടുത്തു. പല്ലില്ലെങ്കിൽ സോംബികൾക്ക് കടിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ? ആ രാജ്യത്ത് ഒരൊറ്റ സോംബി പോലും ഇല്ല. അവരെങ്ങനെയാണ് ഈ സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ടത്? ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വൈറസ് സ്പ്രെഡ് ആകും എന്ന കാര്യം അവർ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്തിന് ചുറ്റുമായി നേരത്തെ തന്നെ അവർ വലിയ മതിലുകളൊക്കെ കെട്ടി അത് അടച്ചു. അതുകൊണ്ട് സോംബികൾക്ക് ആ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ വൈറസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നേരെ ഇസ്രയേലിലേക്ക് വിട്ടോ. അവിടെ ജെറുസലേമിൽ ചെന്നിട്ട് യോർഗൻ എന്നൊരാളെ കാണും. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു തരും എന്നാണ് ആ തടവുപുള്ളി പറയുന്നത്. അങ്ങനെ ജെറിയും കൂട്ടരും ജെറുസലേമിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യം അറിയിക്കാൻ വേണ്ടി അവൻ കാരന് കൊടുത്ത ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് അവർക്ക് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാരൻ ആണെങ്കിൽ ശരിക്കും നിരാശയിലാണ്. അങ്ങനെ ജെറി അടക്കം 3 പേരാണ് പോകുന്നത്. ശബ്ദമുണ്ടാക്കാതെ വേണം അവർക്ക് വിമാനത്തിന്റെ അടുത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ അവർ ഓരോരോ സൈക്കിൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പട്ടാളക്കാരാണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ നടക്കുകയാണ്. അങ്ങനെ ജെറിയും ടീമും പതുക്കെ സൈക്കിളെ ഓട്ടി മുന്നോട്ട് പോകാൻ തുടങ്ങി. നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കിളിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നില്ല. ഈ സമയം പട്ടാളക്കാരാണെങ്കിൽ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ സ്നൈപ്പറും പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് കാരൻ ജെറിയുടെ ഫോണിൽ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ശബ്ദം കേട്ട് സോംബികൾ എല്ലാവരും അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. അവരാണെങ്കിൽ വേഗത്തിൽ സൈക്കിളെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ ആ വിമാനത്തിൽ നിറയ്ക്കാനുള്ള ഫ്യൂവലുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ ആ ടാങ്കർ വെച്ചിട്ട് കുറെയൊക്കെ സോംബികളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഫ്യൂവലൊക്കെ നിറയ്ക്കാൻ തുടങ്ങി. അതിനിടയിൽ പട്ടാളക്കാരാണെങ്കിൽ സോംബികളെ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഈ സമയത്താണ് ഒരു സോംബി ജെറിയുടെ നേർക്ക് ചാടി വീഴുന്നത്. അത് കണ്ട ഉടനെ തന്നെ ക്യാപ്റ്റൻ ആ സോംബിയെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നാണ് മറ്റൊരു സോംബി ക്യാപ്റ്റന്റെ കാലിൽ കടിക്കുന്നത്. അതും കണ്ടുകൊണ്ടാണ് ജെറി വിമാനത്തിന്റെ അകത്തേക്ക് കയറുന്നത്. ഇനി ക്യാപ്റ്റന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ സോംബി ആവുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അങ്ങനെ ജെറി വേഗം ചെന്നിട്ട് കോക്പിറ്റിലേക്ക് കയറി അവിടുത്തെ വാതിലടയ്ക്കുന്നു. ഇനി അവനാണ് കോ പൈലറ്റ്. ഈ സമയം വിമാനത്തിന്റെ പുറകിലത്തെ ഡോറ് തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2-3 സോംബികൾ അതിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ വിമാനം ഉയർത്താൻ തുടങ്ങി. കുത്തനെയാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സോംബികൾ എല്ലാവരും താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അവർ ജെറുസലേമിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാണ്. ആ ഏരിയയിലൊന്നും ഒരൊറ്റ സോംബി പോലും ഇല്ല. എല്ലാവരും വളരെ സമാധാനത്തിലാണ് നടക്കുന്നത്. അങ്ങനെ പൈലറ്റിനെ വിമാനത്തിൽ തന്നെ ഇരുത്തി ഞാൻ വേഗം തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് ജെറിയായി യോർഗനെ കാണാൻ വേണ്ടി പോവാണ്. ഇസ്രായേൽ പട്ടാളത്തിന്റെ കൂടെയാണ് അവന്റെ യാത്ര. അവന്റെ കൂടെ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. ഇവളുടെ പേര് സെഗൻ എന്നാണ്. അങ്ങനെ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം ജെറിയായി യോർഗന്റെ അടുത്തെത്തി. അയാളും അവിടുത്തെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഈ സോംബികളുടെ കാര്യം ഇസ്രായേൽ എങ്ങനെയാണ് അറിഞ്ഞത് എന്നാണ് ജെറി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. ഒരു ഇന്ത്യൻ മേജറിൽ നിന്നും വളരെ യാദൃശികമായിട്ട് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഡീകോഡ് ചെയ്തപ്പോൾ സോംബി എന്നാണ് അതിലുണ്ടായിരുന്നത്. മരിക്കാത്തവർ എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഞാൻ അതിനെ വിട്ടില്ല. എന്റെ അന്വേഷണം ഞാൻ ആരംഭിച്ചു. പക്ഷെ ആ വൈറസിന്റെ ഉറവിടം എവിടെയാണെന്നൊന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ചിലപ്പോൾ ജർമ്മനിയിൽ നടക്കുന്ന അവയവ കച്ചവടം കാരണമാകാം, അല്ലെങ്കിൽ ഏഷ്യൻ ദ്വീപുകളിൽ നടക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം കാരണമാവാം. എന്താണെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ആ വൈറസ് എവിടെ നിന്നോ വന്നു. അതുകൊണ്ട് അതിനെ നേരിടാൻ ഞങ്ങൾ ഈ രാജ്യത്ത് മതില് കെട്ടാൻ ആരംഭിച്ചു. മതില് കെട്ടിയത് കൊണ്ട് ഇവിടെയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞുകൊണ്ട് അയാൾ ജെറിയെയും കൊണ്ടുപോകുന്നത് ജെറുസലേമിലെ ആ രക്ഷാ കവാടങ്ങൾക്കടുത്തേക്കാണ്. അതുവഴി ഒരുപാട് ആളുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ശരിക്കും പരിശോധിച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അവരൊക്കെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അതെല്ലാം കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടുന്നുണ്ടല്ലോ, സാധാരണ ആരും ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്യാറില്ല, ഇതെന്തു പറ്റി? ജെറി ചോദിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല ജെറി, ഇവരൊക്കെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത്രയും കുറച്ച് സോംബികളെ നേരിട്ടാ പോരെ എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം തന്നെ ആ മതിലിന്റെ അപ്പുറത്തെ അവസ്ഥ വളരെ മോശമാണ്. ആയിരക്കണക്കിന് സോംബികളാണ് അവിടെ കൂടിയിരിക്കുന്നത്. പട്ടാളക്കാരാണെങ്കിൽ ഹെലികോപ്റ്ററിൽ അവരെയൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു കൂട്ടം ആൾക്കാർ ആ മതിൽക്കെട്ടിന്റെ അകത്ത് പ്രാർത്ഥന നടത്തുന്നത്. മൈക്കിലൂടെയാണ് അവർ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ സോംബികൾ എല്ലാവരും അലേർട്ട് ആവാൻ തുടങ്ങി. അവർ ആ മതിലിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ കയറുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവർ അവരുടെ ദേഹത്ത് ചവിട്ടിയിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. അങ്ങനെ സോംബികൾ എല്ലാവരും തന്നെ ആ മതിൽക്കെട്ടിന്റെ അകത്തേക്ക് ചാടാൻ തുടങ്ങി. പട്ടാളക്കാരാണെങ്കിൽ കൂട്ടത്തോടെ അങ്ങോട്ട് വന്നിട്ട് അവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ ഹെലികോപ്റ്ററുള്ള പട്ടാളക്കാരാണെങ്കിൽ ആ മതിലിലേക്ക് കയറുന്ന കൂട്ടത്തെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരെല്ലാവരും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജെറി ആണെങ്കിൽ ചിതറി ഓടുന്ന ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണ്. പെട്ടെന്നാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. കുറെ സോംബികൾ അവന് നേർക്കാണ് ഓടി വരുന്നത്. എന്നാൽ ആ പയ്യന്റെ അടുത്തെത്തുമ്പോൾ അവരവനെ ഒന്നും ചെയ്യുന്നില്ല. അവനെ കാണാത്ത രീതിയിലാണ് അവറ്റകൾ ഓടിപ്പോകുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജെറി വേഗം തന്നെ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുകയാണ്. അവൻ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഒരു ഹെലികോപ്റ്റർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് ആ കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് വരുന്നത്. അവനിപ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ആ സെഗനും അവന്റെ കൂടെ തന്നെയുണ്ട്. പെട്ടെന്നാണ് ഒരു സോംബി അങ്ങോട്ട് ചാടി വീഴുന്നത്. സെഗൻ അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുമെങ്കിലും അത് അവളുടെ കയ്യിൽ കടിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജെറി ഒരു കത്തി എടുത്തിട്ട് അവളുടെ കൈപ്പത്തി വെട്ടിക്കളയാണ്. അതിനുശേഷം അവൻ എണ്ണാൻ തുടങ്ങി. ഭാഗ്യത്തിന് അവൾ ഇൻഫെക്റ്റഡ് ആയിട്ടില്ല. അങ്ങനെ ജെറി വേഗം തന്നെ അവളുടെ കൈ ഒരു തുണി വെച്ച് കെട്ടുന്നു. ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് പോകാനുള്ള ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ജെറി സെഗനെയും കൊണ്ട് ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കുറെ സോംബികൾ ആ ഹെലികോപ്റ്റർ ചാടി പിടിക്കാൻ തുടങ്ങി. ഹെലികോപ്റ്ററിന്റെ കൺട്രോളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ താഴേക്ക് താഴ്ന്നു വീഴുന്നു. ഈ സമയം ആ ഹെലികോപ്റ്റർ തകർന്നതിനെ തുടർന്നിട്ട് റൺവേയിലുള്ള വിമാനമൊക്കെ മാറ്റണം എന്ന് മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങി. അതിനെ തുടർന്ന് ജെറിയുടെ പൈലറ്റ് ആണെങ്കിൽ വേഗം തന്നെ ആ വിമാനവുമായിട്ട് അവിടെ നിന്ന് പോവാണ്. അവന്റെ ആ വിമാനം പോകുന്നതും കണ്ടുകൊണ്ടാണ് ജെറി സെഗനെയും പിടിച്ചിട്ട് ആ എയർപോർട്ടിലേക്ക് വരുന്നത്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് മറ്റൊരു വിമാനം പുറപ്പെടാൻ തുടങ്ങുന്നവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പട്ടാളക്കാരെല്ലാം കൈ കാണിച്ചിട്ട് ആ വിമാനം നിർത്തിക്കുകയാണ്. അതിനുശേഷം ജെറി വേഗം തന്നെ സെഗനെയും കൊണ്ട് ആ വിമാനത്തിന്റെ അകത്തേക്ക് കയറുന്നു. ഒരു വലിയ വിമാനമായിരുന്നു അത്. ഒരുപാട് യാത്രക്കാരും അതിനകത്തുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും സോംബികളെല്ലാം എയർപോർട്ടിലേക്ക് ഓടി വരാൻ തുടങ്ങി. അപ്പോഴേക്കും ആ വിമാനമാണെങ്കിൽ അവിടെ നിന്ന് പറന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ തങ്ങൾ മാത്രം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച ഇസ്രായേലും ഇപ്പോൾ സോംബികളുടെ പിടിയിലായിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ജെറി ഇപ്പോൾ ആ സെഗന്റെ കയ്യിലെ കെട്ടൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടുള്ള തുണി ചുറ്റിയിട്ടുണ്ട്. അവന്റെ ആ ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ നിനക്കൊരു ബാധ്യതയായില്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഈ സമയത്താണ് അവനൊരു കാര്യം സ്ട്രൈക്ക് ചെയ്യുന്നത്. അവൻ പുറകിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അവനിപ്പോൾ ചിന്തിക്കുന്നത് കൊറിയയിൽ വെച്ച് ക്യാപ്റ്റൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ആ മുടന്തുള്ള പട്ടാളക്കാരനെ സോംബികൾ വെറുതെ വിട്ട കാര്യം. മാത്രമല്ല ചില ആളുകളെ സോംബികൾ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നത് അവൻ നേരിട്ട് കണ്ടതുമാണ്. ഇതിൽ നിന്നൊക്കെ അവനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അവൻ വേഗം തന്നെ ക്യാരന്റെ കയ്യിലുള്ള ഫോണിലേക്ക് വിളിച്ചിട്ട് ടെറിയുടെ കയ്യിൽ കൊടുക്കാൻ പറയാണ്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാനിപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട അവസാനത്തെ വിമാനത്തിലുണ്ട്. നീ എത്രയും പെട്ടെന്ന് വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനടുത്തുള്ള എയർപോർട്ട് ഏതാണെന്ന് ഈ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും വേണം. എനിക്കിനി അധികം സംസാരിക്കാൻ കഴിയത്തില്ല, കാരണം ഈ ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് അവൻ ആ ഫോണുമായിട്ട് നേരെ പോകുന്നത് കോക്പിറ്റിലേക്കാണ്. അതിനുശേഷം പൈലറ്റിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഒരാളിപ്പോൾ നിങ്ങളെ ഈ ഫോണിൽ തിരിച്ചു വിളിക്കും. അയാൾ ഒരു എയർപോർട്ടിന്റെ പേരായിരിക്കും പറയാ. ആ എയർപോർട്ടിൽ ഈ വിമാനം ലാൻഡ് ചെയ്യണം എന്നാണ് ജെറി പറയുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന പൈലറ്റ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ടെറി തിരിച്ചു വിളിച്ചു. അയാൾ പറഞ്ഞതിനെ തുടർന്നിട്ട് അവരുടെ വിമാനം ഇപ്പോൾ WHO പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ആ വിമാനത്തിന്റെ പുറകിലത്തെ ടോയ്ലറ്റിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. അതൊരു എയർ ഹോസ്റ്റസിനെ കടിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ആ വിമാനത്തിലുള്ള സോംബികളുടെ എണ്ണമൊക്കെ കൂടാൻ തുടങ്ങി. അവരെല്ലാവരും ബാക്കിയുള്ളവരെയും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭൂരിഭാഗം ആളുകളും സോംബികളായി എന്ന് മനസ്സിലാവുമ്പോൾ ജെറി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സെഗന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രനേഡ് എടുത്തിട്ട് വിമാനത്തിന്റെ പുറകിലേക്ക് എറിയാണ്. അങ്ങനെ വിമാനത്തിന്റെ പുറകുഭാഗം തകർന്ന് സോംബികൾ എല്ലാവരും പുറത്തേക്ക് തെറിച്ചു പോകാൻ തുടങ്ങി. ജെറി ആണെങ്കിൽ അവന്റെ സീറ്റിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ആ വിമാനം ഒരു സ്ഥലത്തേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ജെറിക്ക് ബോധം വരുന്നത്. അവൻ നോക്കുമ്പോൾ അവന്റെ വയറ്റിലൂടെ ഒരു കമ്പി തുളച്ച് കയറിയിട്ടുണ്ട്. അവനെ കൊണ്ട് അത് ഊരിയെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് സെഗൻ അങ്ങോട്ട് വരുന്നത്. അവൾ മരിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ ബാക്കിയുള്ളവരാണെങ്കിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾ അവനെയും കൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് അവരിപ്പോൾ ആ WHO ബിൽഡിങ്ങിന്റെ മുന്നിൽ
എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ഏരിയയിലൊന്നും ആരെയും കാണുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ജെറി ആണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ സെഗൻ വേഗം ചെന്നിട്ട് ആ ഗേറ്റിന് മുന്നിലുള്ള ബെല്ലടിക്കാൻ തുടങ്ങി. ഈ സമയം ജെറിയുടെ ഫാമിലിയുള്ള ആ ഷിപ്പിൽ മറ്റൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെറി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടിപ്പോ 48 മണിക്കൂറായി. അവൻ കയറി എന്ന് പറയുന്ന വിമാനത്തിനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ജെറി മരിച്ചു എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ അവന്റെ ഫാമിലിക്ക് ഇനി അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഉടനെ തന്നെ അവരെ കാനഡയിലുള്ള ഒരു ബേസിലേക്ക് മാറ്റണം എന്നാണ് ടിയറിക്ക് കിട്ടിയ ഓർഡർ. അവൻ എത്ര പറഞ്ഞു നോക്കിയിട്ടും ആ ജനറൽ അവരെ മാറ്റണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെറിയുടെ ഫാമിലി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാൻ ടിയറിക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ജെറിക്ക് ബോധം വരുമ്പോൾ അവൻ ആ ബിൽഡിങ്ങിന്റെ അകത്താണ്. അവന്റെ വയറ്റിലെ ആ കമ്പിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ സമയം അവൻ നോക്കുമ്പോൾ 2 സയന്റിസ്റ്റ് അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവർ ശരിക്കും പേടിച്ചിട്ടുണ്ട്. നീ ആരാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ജെറി നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ അവന്റെ ഫോൺ ഇരിക്കുകയാണ്. അതിലെ നമ്പറിൽ വിളിക്കാനാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ ഫോണിൽ വിളിക്കുമ്പോൾ ടിയറി വേഗം തന്നെ ഫോൺ എടുക്കുന്നു. ജെറി ജീവനോടെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. അയാൾ ഉടനെ തന്നെ അവന്റെ ഫാമിലി അവിടെ നിന്ന് മാറ്റിയ കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. കാരണം ആ ഷിപ്പിലല്ലാതെ മറ്റെവിടെയും അവന്റെ ഫാമിലി സുരക്ഷിതരല്ല എന്ന കാര്യം അവൻ അറിയാം. അങ്ങനെ ജെറി ആരാണെന്ന് മനസ്സിലാവുമ്പോൾ ആ ഡോക്ടേഴ്സിന്റെ ടെൻഷനൊക്കെ മാറി. ഞങ്ങളിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ സമയം ജെറി മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാണ്. അതായത് നേരത്തെ ചില സോംബികൾ ചില ആളുകൾ അറ്റാക്ക് ചെയ്യാതെ വെറുതെ വിട്ടല്ലോ, ആ ആളുകൾക്ക് എന്തോ അസുഖമുണ്ട് എന്നാണ് ജെറി വിശ്വസിക്കുന്നത്. അങ്ങനെ അസുഖമുള്ളവരെ സോംബികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവറ്റകൾ അവരെ കാണുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇവിടെയുള്ള ഒരു വൈറസിനെ നമുക്ക് ആരുടെയെങ്കിലും ശരീരത്തിൽ കുത്തിവെക്കാം, എന്നിട്ട് ഒരു സോംബിയുടെ മുന്നിലേക്ക് പോയി നോക്കാം എന്നിങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് അവൻ കൊടുക്കുന്നത്. പക്ഷെ അവന്റെ ആ ആശയം ഒരു മണ്ടത്തരമായിട്ടാണ് ആ ഡോക്ടേഴ്സ് കാണുന്നത്. പക്ഷെ അവരുടെ മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് അവരതിന് സമ്മതിക്കുന്നു. എങ്കിലും മറ്റൊരു പ്രശ്നമുണ്ട്. കുത്തിവെക്കേണ്ടത് ബാക്ടീരിയയാണ്. അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് മറ്റൊരു ബിൽഡിങ്ങിലും. ബി വിങ് എന്നാണ് ആ ബിൽഡിങ്ങിന്റെ പേര്. അതിനകത്ത് ഒരു 80 സയന്റിസ്റ്റുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ സോംബികളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ അങ്ങോട്ട് പോകും എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ജെറിയുടെ മുന്നിൽ അതൊരു പ്രശ്നമേ അല്ല. ഞാൻ പോകാൻ റെഡിയാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവനും സെഗനും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായി. അവർക്ക് വഴികാട്ടിയായിട്ട് ഒരു ഡോക്ടർ അവരുടെ കൂടെ പോകാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ അവൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ കയ്യിൽ ചില പടച്ചട്ടകളൊക്കെ കെട്ടി അവർ ബി വിങ്ങിനുള്ളിലേക്കുള്ള ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ബാക്കിയുള്ള സയന്റിസ്റ്റ് ആണെങ്കിൽ അവർ പോയ ഉടനെ തന്നെ ആ ബ്രിഡ്ജ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ നടന്ന് അവർ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലെത്തി. ബാക്കിയുള്ളവരാണെങ്കിൽ CCTVയിലൂടെ അവരുടെ നീക്കങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെറിയും കൂട്ടരും ബാക്ടീരിയ വെച്ചിരിക്കുന്ന ആ ലാബിന്റെ അടുത്തെത്താറായി. ആ ഏരിയയിലാണെങ്കിൽ മുഴുവൻ സോംബികളാണ്. പതുക്കെ ശബ്ദമുണ്ടാക്കാതെ അവർ ആ ഏരിയ എല്ലാം ക്രോസ് ചെയ്ത് മറ്റൊരു ഭാഗത്തെത്തി. 139ാമത്തെ ലാബിലാണ് അവർ പറഞ്ഞ ആ ബാക്ടീരിയ ഇരിക്കുന്നത്. അങ്ങോട്ടുള്ള വഴിയും ഡോക്ടർ ജെറിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഡോക്ടറുടെ കൈ തട്ടി ഒരു ശബ്ദം ഉണ്ടാവുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഒരു സോംബി അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ സെഗൻ ആണെങ്കിൽ ഒരു തോക്കെടുത്തിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. ആ വെടിശബ്ദം കേട്ടതോടെ മുഴുവൻ സോംബികൾ അലർട്ടായി. അവരെല്ലാവരും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ക്യാമറയിലൂടെ ബാക്കിയുള്ളവരും കാണുന്നുണ്ട്. അവരാണെങ്കിൽ ശരിക്കും പേടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ കുറെ ഓടി ഒരിടത്തെത്തുമ്പോൾ ഡോക്ടറോടും സെഗനോടും തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് ജെറി മറ്റൊരു വഴിക്കാണ് പോകുന്നത്. എന്നിട്ട് ശബ്ദമുണ്ടാക്കി ആ സോംബികൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ സോംബികൾ ഇപ്പോ ജെറിയുടെ പുറകെയാണ് ഓടി വരുന്നത്. എന്നാൽ ജെറി ആണെങ്കിൽ ഒരു ലാബിനകത്തേക്ക് കയറി വാതിലടക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു സോംബി ആ റൂമിനകത്ത് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആ വാതിൽ തുറക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ജെറി പെട്ടെന്ന് തന്നെ ആ സോംബിയെ അടിച്ച് കൊല്ലുകയാണ്. ഈ സമയം ഡോക്ടറിന്റെയും സെഗന്റെയും പുറകിൽ കുറെ സോംബികൾ ഓടി വരുന്നുണ്ട്. അവരിപ്പോൾ ആ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള ഡോക്ടേഴ്സ് അങ്ങോട്ട് വന്നിട്ട് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ കഷ്ടിച്ചാണ് അവർ ആ സോംബികളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ സമയം തന്നെ ജെറി ആ 139ാമത്തെ ലാബിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡോറ് തുറക്കണമെങ്കിൽ പാസ്വേഡ് അടിക്കണം. അത് അവൻ അറിയത്തില്ല. അവൻ അവിടെ സംശയിച്ചു നിൽക്കുന്നത് CCTVയിലൂടെ അവിടെയുള്ള ലേഡി ഡോക്ടറും കാണുന്നുണ്ട്. അവൾ ഉടനെ തന്നെ പുറത്തുള്ള ഫോണിലേക്ക് വിളിച്ചിട്ട് ആ പാസ്വേഡ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ആ പാസ്വേഡ് അടിച്ചിട്ട് ആ ലാബിന്റെ അകത്തേക്ക് എത്തി. അവിടെ കുറേയേറെ സാമ്പിളുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഏതാണ് എടുക്കേണ്ടത് എന്ന കാര്യം അവൻ അറിയത്തില്ല. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നില്ല. ഈ സമയം അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ സാമ്പിളുകളൊക്കെ എടുത്തിട്ട് ഒരു ബോക്സിൽ നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ ബോക്സ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു സോംബി അങ്ങോട്ട് വരുന്നത്. അതിപ്പോൾ ആ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ ടെൻഷൻ അടിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിൽ അവനെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ജെറി രണ്ടും കൽപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ആദ്യം
അവൻ ചെയ്യുന്നത് ഒരു പേപ്പർ എടുത്തിട്ട് എന്റെ ഫാമിലിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം എന്ന് എഴുതിയിട്ട് അവിടുത്തെ ക്യാമറയിൽ ബാക്കിയുള്ളവരെ പൊക്കി കാണിക്കുകയാണ്. അതിനുശേഷം റാൻഡം ആയിട്ട് ഒരു ബാക്ടീരിയ എടുത്തിട്ട് അവന്റെ ശരീരത്തിൽ തന്നെ കുത്തിവെക്കുന്നു. അങ്ങനെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. സോംബി ആണെങ്കിൽ ഇപ്പോഴും വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അവൻ രണ്ടും കൽപ്പിച്ച് ആ വാതിൽ തുറക്കുന്നു. അതോടൊപ്പം തന്നെ സോംബി അതിന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. പിന്നീട് നടന്നത് എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ജെറിയുടെ ആ നിഗമനം ശരിയായിരുന്നു. ആ സോംബി കുറച്ചു സമയം മണപ്പിച്ചു നിന്നു എന്നല്ലാതെ അത് ജെറിയെ ഒന്നും ചെയ്തില്ല. ജെറിയാണെങ്കിൽ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ടാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ ജെറി വേഗം തന്നെ ലാബിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു വെൻഡിംഗ് മെഷീന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അതിൽ നിന്നൊരു കോള എടുത്ത് കുടിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള സോംബികളെ ആകർഷിക്കാൻ വേണ്ടി അവൻ ആ മെഷീന്റെ അകത്തുള്ള മുഴുവൻ കോളകളും താഴേക്ക് ഇടുകയാണ്. ആ ശബ്ദം കേട്ടതോടെ കുറെ സോംബികൾ അവന്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. എന്നാൽ അവരാരും തന്നെ അവനെ ഒന്നും ചെയ്യുന്നില്ല. അവർക്കിടയിലൂടെ അവൻ കൂളായി ആ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ സോംബികൾക്ക് അവനെ കാണാൻ സാധിക്കുന്നുണ്ടോന്ന് പോലും സംശയമാണ്. അങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്തെത്തിയ ഉടനെ തന്നെ ഒരു ഡോക്ടറാണെങ്കിൽ അവന്റെ ശരീരത്തിലെ ബാക്ടീരിയക്കെതിരെയുള്ള ഒരു ആന്റിഡോട്ട് അവന്റെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ജെറി അവന്റെ ഫാമിലിയുടെ അടുത്തെത്തി. അവൻ പേടിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. അവന്റെ ഫാമിലി ഇപ്പോൾ സേഫ് ആണ്. ടോമി അവരുടെ കൂടെയുണ്ട്. അവരെ വീണ്ടും കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ജെറി വേഗം തന്നെ ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ആ വൈറസ് വിതച്ച നാശം കാരണം ഒരുപാട് സിറ്റികൾ തകർന്നടിഞ്ഞു. സോംബികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് അത് നോർമൽ മനുഷ്യരിൽ കുത്തിവെച്ചു. അതുകൊണ്ട് തന്നെ സോംബികൾ ബാക്കിയുള്ള മനുഷ്യരെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ബാക്കിയായ എല്ലാ സോംബികളെയും കത്തിച്ചു കളയാണ് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്തെങ്കിലും ആ വൈറസ് എവിടെ നിന്നാണ് വന്നത് എന്ന് ആർക്കും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതെല്ലാത്തിന്റെയും തുടക്കം മാത്രമാണ്. അതുകൊണ്ട് എന്തും നേരിടാൻ തയ്യാറായിരിക്കുക. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.